നിറം മങ്ങിയ ഇടുക്കി മഴയെത്തിയതോടെ മിടുക്കിയായി. സഞ്ചാരികൾക്ക് വിസ്മയമൊരുക്കി കട്ടപ്പനയിൽ മണിമരുതുകൾ പൂത്തു. കാണാം ആൽവിൻ തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇടുക്കിയുടെ ഹൈറേഞ്ച് മേഖലയിൽ ഇത് മണിമരുതിൻ്റെ പൂക്കാലം. കണ്ണെത്താ ദൂരം മരുതുമരങ്ങൾ പൂക്കൾ പുതച്ചു നിൽപ്പാണ്. കട്ടപ്പന വെണ്ണിലാം കണ്ടം പടുക എന്ന കൊച്ചു ഗ്രാമത്തിലാണ് കാഴ്ചയുടെ വിരുന്ന്. വർഷങ്ങളായിട്ട് ഇവിടെ ഉണ്ട്. പിന്നെ ഇത് ഈ അടുത്ത കാലങ്ങളിലാണ് പൂക്കാൻ തുടങ്ങിയത്. അതിസുന്ദരമായ പൂവാണ്, പല നിറത്തിലുള്ളതുണ്ട്. ഇവിടെ 4-5 തറി ഇനമാണ് ഇവിടെ ഇപ്പം കാണിക്കുന്ന പൂക്കൾ. പ്രത്യേകിച്ച് കണ്ടോ, ഒരെണ്ണം കാണുന്നതൊക്കെ പ്രത്യേകമുള്ള ഇനമാണ്. അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നു. പിന്നെ ധാരാളം ആൾക്കാർ വരുന്നു, കണ്ടുപോകുന്നുണ്ട്, സീരിയലുകാർ വരുന്നു. അങ്ങനെ ഒത്തിരി ആളുകൾ വന്ന് ഇങ്ങനെ കണ്ടുപോകുന്നുണ്ട്. ഇടുക്കി ഡാമിന്റെ വൃഷ്ടി പ്രദേശമാണ് ഇവിടം. ആടും മാടുമൊക്കെ മേഞ്ഞു കിടക്കുന്ന പച്ച വിരിച്ച ഗ്രാമഭംഗിക്ക് മാറ്റുകൂട്ടിയാണ് മണിമരുത് മരങ്ങൾ കാഴ്ച വസന്തമുണ്ടാക്കിയത്. ഇടുക്കി ഡാം നിർമ്മാണശേഷം വൃഷ്ടിപ്രദേശമായ പാടുകയിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. KCB അക്കാലത്ത് വെച്ചുപിടിപ്പിച്ച മണിമരുത് തൈകളാണ് ഇന്ന് വലിയ മരങ്ങളായതെന്ന് പ്രദേശവാസികൾ പറയുന്നു. ചെറുപ്പകാലമൊക്കെ ഒരു 57 കാലഘട്ടങ്ങളിലൊക്കെ അങ്ങനെയുള്ള കാലഘട്ടം ആയിരിക്കണം. അപ്പം നമ്മളൊക്കെ ഇത് വരുമ്പോഴത്തേക്കും ചെറിയ മരങ്ങളായിരുന്നു. ഇപ്പോൾ എന്നാണ് 50 വർഷത്തെ ഓൾറെഡി പടക്കമുണ്ട്. ജല്ലിക്കെട്ട്, തങ്കമണി, അന്വേഷിപ്പിൻ കണ്ടെത്തും തുടങ്ങിയ സിനിമകളുടെ ലൊക്കേഷനായിരുന്നു കിഴക്കേ മാട്ടുക്കെട്ട എന്ന ഈ പ്രദേശം. നമ്മുടെ നാടിനൊരു ഇങ്ങനെ ഒരു സംഭവം വരുമ്പോഴത്തേക്കും നമ്മളൊക്കെ ഈ സിനിമ ലൊക്കേഷനൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോഴല്ലേ കാണുന്നത്. നമ്മുടെയൊക്കെ മുറ്റത്ത് വരുമ്പോൾ നമുക്ക് അതിയായ സന്തോഷമുണ്ട്. പിന്നെ ഇവിടെയുള്ള ജനങ്ങൾക്കെല്ലാം ഈ സിനിമയ്ക്കകത്ത് അഭിനയിക്കാനും അത് ചെറിയ റോളുകളൊക്കെ കിട്ടിയ ആൾക്കാരും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വളരെ സന്തോഷം. ഇളം വയലറ്റ് നിറത്തിന് പുറമെ പിങ്ക്, ചുവപ്പ് നിറങ്ങളിലും മണിമരുത് പൂക്കാറുണ്ട്. ലെഗിറസ്റ്റോണിയ റെജിനി എന്നാണ് മണിമരുതിന്റെ ശാസ്ത്രീയ നാമം. മണിമരുതിന്റെ പൂക്കാലം കാണാൻ അയൽ സംസ്ഥാനത്ത് നിന്ന് പോലും വിനോദസഞ്ചാരികൾ എത്താറുണ്ട്. ന്യൂസ് മലയാളം 24/7 ഇടുക്കി.